യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ചെവിക്ക് കേൾവിക്കുറവ് വന്നിട്ടുണ്ട്. അയാൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും 116 BNS പരിധി വരും. അയാൾ ആശുപത്രിയിൽ 15 ദിവസം കിടന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ 326 IPC അല്ലെന്നുണ്ടെങ്കിൽ 116 BNS അനുസരിച്ച് ഗ്രീവിയസ് ഹർട്ടുണ്ട് അദ്ദേഹത്തിന്. ചെവിയുടെ കേൾവിക്ക് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മുറിവാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രീവിയസ് ഹർട്ടിൻ്റെ പരിധി വരും. 116 BNS അനുസരിച്ച് ഒരു ഒഫൻസാണത്. ഡേഞ്ചറസ് വെപ്പണായ ലാത്തി കൊണ്ട് അടിക്കുന്നത് നമുക്ക് അതിനകത്ത് കാണാം. അദ്ദേഹത്തിനെ തടവിൽ അകാരണമായി തടവിൽ പാർപ്പിച്ചു. 127 BNS വന്നു. ക്രിമിനൽ ഫോഴ്സ് അവരെ ഒരു കാര്യമില്ലാതെ യൂസ് ചെയ്യുകയാണ്. 129 BNS വന്നു. പഴയ IPCക്കകത്ത് അറ്റംപ്റ്റ് മർഡർ, ആള് ചത്തുപോകും. 109 BNS അനുസരിച്ച് കുറ്റം വരുന്നുണ്ട്. അടിയന്തരമായിട്ട് സോമോട്ടമായിട്ട് അവിടുത്തെ SHO കേസ് രജിസ്റ്റർ ചെയ്യണം. ആ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവമാണ്. ഇതുപോലെയുള്ള ഭീകരമർദ്ദനത്തിന് അദ്ദേഹം പരാതി കൊടുക്കുന്നല്ലാതെ പോലീസ് അവിടുത്തെ SHO അല്ലെങ്കിൽ അവിടുത്തെ DOSP അല്ലെങ്കിൽ അവിടുത്തെ SP ഇത് കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും സോമോട്ടോ കേസെടുക്കുക. DGP അടിയന്തരമായിട്ട് ഈ ദൃശ്യം മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല.